അപ്പോൾ ഈ 6 സ്കൂൾസ് ആണ് ഓർത്തഡോക്സ് ഫിലോസഫീസ് അല്ലെ. സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീംസ, ഉത്തരമീംസ. ഇവർക്ക് ഓർത്തഡോക്സ് ആണ്. വേദങ്ങളെ ഒരുപാട് അങ്ങ് ബിലീവ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ വേദങ്ങൾ ഇൻഡിപെൻഡന്റ് വരുന്ന ഫിലോസഫീസും ഉണ്ട്. അന്ന് ഇത്തരം ഫിലോസഫീസ് കുറച്ച് ഓർത്തഡോക്സ് ആയിട്ട് വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അന്നത്തെ റിച്വൽസ്, അന്നത്തെ സാക്രിഫൈസസ്, അന്നത്തെ ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ ഇതിനെയും എല്ലാം എതിർത്ത് കൊണ്ടുവന്നിട്ടുള്ള ഫിലോസഫീസ് ആണ് അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ഫിലോസഫീസ്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട 2 ഫിലോസഫീസും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കി ഫിലോസഫീസ് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 പ്രോമിനന്റ് ആയിട്ടുള്ള അൺഓർത്തഡോക്സ് ഫിലോസഫീസ് ആണ്. വൺ ഇസ് ചാർവക സ്കൂൾ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് അജീവിക സ്കൂൾ. സ്റ്റാർട്ടിംഗ് വിത്ത് ചാർവക അല്ലെങ്കിൽ ലോകായത ഫിലോസഫി എന്നും പറയും. ശ്രദ്ധിക്കണം, ബുദ്ധമതം, ജൈനമതം, അജീവികാസ് ഇവരെല്ലാവരും ഉണ്ടായിരുന്ന അതേ സമയങ്ങളിൽ തന്നെ എമേർജായി വന്നൊരു ഫിലോസഫിയാണ് ചാർവക ഫിലോസഫി. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ലേറ്റ് ഫൗണ്ടേഷൻ ബൈ ബൃഹസ്പതി. ഓക്കെ, പണ്ട് ദേവഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ബൃഹസ്പതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് വേദിക് കാലഘട്ടത്തിൽ ഇതിന് ഫൗണ്ടേഷൻ കൊണ്ടുവന്നതാണ് വിശ്വാസം. പക്ഷേ ബൃഹസ്പതിക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ആ ശിഷ്യന്റെ പേരാണ് ചാർവകൻ. ഓക്കെ, അതുകൊണ്ട് ദിസ് ഫിലോസഫി ഈസ് ഓൾസോ നോൺ ആസ് ചാർവക ഫിലോസഫി. പുള്ളിയാണ് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഓക്കെ, ലേറ്റ് ദി ഫൗണ്ടേഷൻ ബൈ ബൃഹസ്പതി. ദ മേജർ പ്രൊപ്പോണന്റ് ഓഫ് ദിസ് തിയറി വാസ് ചാർവക. അതുകൊണ്ട് ചാർവക സ്കൂൾ എന്ന് പറയും. ജനങ്ങൾക്കിടയിൽ പ്രപ്പോണ്ട് ചെയ്തുകൊണ്ടും അന്ന് അത്യാവശ്യം ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സ്വീകാര്യത ഉണ്ടായിരുന്നുകൊണ്ട് ഇതിനെ ലോകായത ഫിലോസഫി എന്നും അറിയപ്പെടും. ഓക്കെ, നോക്കുക, ഇതൊരു എത്തീസ്റ്റിക് സ്കൂളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ സ്കൂൾസ് പോലെയല്ല, കുറച്ച് എത്തീസ്റ്റിക് ആണ്, കുറച്ച് നല്ല കൂടുതൽ എത്തീസ്റ്റിക് ആണ്. ദൈവം എന്നൊരു കോൺസെപ്റ്റേ ഇവർ ബിലീവ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ വേദിക് ടെക്സ്റ്റുകൾ ഇവരെ കുറിച്ച് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില ഉപനിഷത്തുകൾക്ക് അകത്ത് ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവർ ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നില്ല. ദൈവം എന്നൊരു കോൺസെപ്റ്റേ ഇല്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരും ഉണ്ടാവില്ല, നിങ്ങൾക്ക് തോന്നിയപടി നിങ്ങൾ ജീവിക്കുക എന്നാണ് ഈ ഫിലോസഫിയുടെ കോർ എലിമെന്റ് എന്ന് വെച്ചാൽ. തോന്നിയപടി ജീവിക്കുക എന്നുള്ള കോൺസെപ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും എക്സിസ്റ്റിംഗ് അല്ല എന്നാണ് ഇവർ മുന്നോട്ട് വരും. ഇന്നത്തെ എത്തിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവരുമായിട്ട് വളരെയധികം സിമിലർ ആണ് ചാർവക ഫിലോസഫി. ദേ ഡിനൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഈശ്വരൻ എന്ന കോൺസെപ്റ്റേ ഇല്ല. അതുപോലെ പുനർജന്മം എന്ന കോൺസെപ്റ്റിലും വിശ്വസിക്കുന്നില്ല. റീബർത്ത് അതിൽ വിശ്വസിക്കുന്നില്ല. ആത്മാവ് എന്നൊരു കോൺസെപ്റ്റിലും ബിലീവ് ചെയ്യുന്നില്ല. ഈശ്വരൻ, റീബർത്ത്, ആത്മ, ഇങ്ങനത്തെ കോൺസെപ്റ്റ് എല്ലാം ഇവർ റിജക്റ്റ് ചെയ്യാണ്. ആൻഡ് ദേ ഓൾസോ ഡസ് നോട്ട് ബിലീവ്സ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഓക്കെ, ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ ബിലീവ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഡസ് നോട്ട് ബിലീവ് ആണ്, ഡസൻറ്റ് ബിലീവ്. അവരങ്ങനെ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഉണ്ടെന്നോ ഒരു ജീവൻ ഉണ്ടെന്നോ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുമെന്നോ സ്വർഗമോ നരകമോ അതൊന്നും ഇവർ വിശ്വസിക്കുന്ന പോലുമില്ല. ദ ഡസ് നോട്ട് ബിലീവ്സ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ചെറിയൊരു എറർ ഉണ്ട്, നോട്ട് ചെയ്തിരിക്കുക. ഡസ് നോട്ട് ബിലീവ് എന്നാണ്. ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ ബിലീവ് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, നത്തിങ് എക്സിസ്റ്റഡ് വിച്ച് കുഡ് നോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ 5 സെൻസസ്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. ബാക്കിയൊന്നും അങ്ങനെ ഒരു സംഭവമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ആകാശം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വർഗം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നു, ഭൂമിയിൽ നിങ്ങൾ പലരും പരിചയപ്പെടുന്നു. ദിസ് ഇസ് ദി വേൾഡ്, ദിസ് ഇസ് എ റിയാലിറ്റി. അതാണ് ചാർവക ഫിലോസഫിക്കകത്ത് പറഞ്ഞ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതും അറിയാൻ കഴിയുന്നിട്ടുള്ള മാത്രം കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ദ വേൾഡ് ഈസ് മേഡ് അപ്പ് ഓഫ് 4 എലമെന്റ്സ്. 4 എലമെന്റുകൾ കൊണ്ടാണ് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് എർത്ത്, വാട്ടർ, ഫയർ, എയർ. ഇതുപോലെ ഒരു എലമെന്റുകൾ നമ്മൾ 5 എലമെന്റുകൾ ഇവിടെ 5 എണ്ണം ഉണ്ടായിരുന്നു. 5 ആറ്റമിക് എലമെന്റ്സ് എന്ന് പറഞ്ഞ വൈശേഷിക സ്കൂളിൽ പഠിച്ചു. അവിടെയും എർത്ത് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു, ഫയർ ഉണ്ടായിരുന്നു, എയർ ഉണ്ടായിരുന്നു. കൂടെ ഒരെണ്ണം കൂടി ഉണ്ട്, ഈതർ. ഈതർ ഇൻ ദ സെൻസ് സ്കൈ എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഈതറിൽ ബിലീഫ് ഇല്ല. സ്കൈ എന്ന കോൺസെപ്റ്റേ ഇവർ ബിലീവ് ചെയ്യുന്നില്ല. ഓക്കെ, പകരം 4 എലമെന്റുകൾ എർത്ത്, വാട്ടർ, ഫയർ, എയർ. ദേ ബിലീവ്സ് ഇൻ കാമ ആൻഡ് അർത്ഥ. കാമ, അർത്ഥ എന്ന 2 കോൺസെപ്റ്റിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ബട്ട് റിജക്ട്സ് ഓർ ഇഗ്നോർസ് ധർമ്മ ആൻഡ് മോക്ഷ.
മറ്റെല്ലാ റിലീജിയസ് ഫിലോസഫീസും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് മോക്ഷം എന്ന് പറഞ്ഞ സാൽവേഷൻ. ഇവർ അതിനെക്കുറിച്ചേ പറയുന്നില്ല. സാൽവേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഇവർ എതിർക്കുകയാണ്. അങ്ങനെ സംഭവമേ ഇല്ല. മോക്ഷവും ഇല്ല, ധർമ്മത്തിലും ബിലീവ് ചെയ്യുന്നില്ല. പക്ഷേ ദേ ബിലീവ്സ് ഇൻ കാമ ആൻഡ് അർത്ഥ. നിങ്ങളുടെ സെൻഷ്വൽ പ്ലഷേഴ്സ് നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യാം. അർത്ഥ മീൻസ് പണം ഉണ്ടാക്കുക, വെൽത്ത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. യു ഹാവ് ടു എൻജോയ് യുവർ സെൻഷ്വൽ പ്ലഷേഴ്സ്. എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക? ബൈ അക്വയറിങ് വെൽത്ത്. വെൽത്ത് ഇൻ ദ സെൻസ് അർത്ഥ. ഇപ്പൊ കാമ ആൻഡ് അർത്ഥയിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, ധർമ്മത്തിലും മോക്ഷത്തിലും ബിലീവ് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ധർമ്മമാണ്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടം. നിങ്ങൾ ഈ മഹാഭാരത കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ മഹാഭാരത കഥകളിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു ഏറ്റവും ബേസിക് എലമെന്റാ ധർമ്മം. ധർമ്മം ചെയ്യണം എന്നാ പറയുന്നത് അല്ലെ? പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത്, കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് പറയപ്പെടുന്നുണ്ട്, സ്വന്തം റിലേറ്റീവ്സിനെ കൊല്ലാൻ അർജുനന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞേ? നീ ക്ഷത്രിയനാണ്, ദിസ് ഇസ് യുവർ ധർമ്മ. ഒരു ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യാന്നുള്ളതാണ് അല്ലെ? അപ്പൊ ക്ഷത്രിയ എന്ന് പറഞ്ഞൊരു കാറ്റഗറിപ്പെട്ട ആളുടെ ധർമ്മം, അവരുടെ ഡ്യൂട്ടി യുദ്ധം ചെയ്യാന്നുള്ളതാണ്. അവിടെ വേറെ കാര്യങ്ങളൊന്നും നിങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. രാമായണത്തിനകത്തും പറയുന്നത് തന്നെയല്ലേ, രാമൻ സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഉപേക്ഷിച്ചേ? രാമന്റെ ഡ്യൂട്ടി ജനങ്ങളെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ആവശ്യമായിരുന്നു, ജനങ്ങൾക്കായിരുന്നു സീതയോട് ചെറിയ സംശയം തോന്നിയത്. അങ്ങനെ രാമൻ ജനങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ രാമൻ രാജാവാണ് അല്ലേ, അതുകൊണ്ട് ജനങ്ങൾക്കൊപ്പമാണ് രാമൻ നിന്നത്. അവിടെ വേറെ കാര്യങ്ങളൊന്നും, സ്വന്തം ലൈഫോ സ്വന്തം ഫാമിലിയോ ഒന്നും രാമൻ നോക്കിയില്ല. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടമാണ് ഈ വേദിക് കാലഘട്ടം. ആ സമയത്ത് ധർമ്മം എന്നൊരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞവരാ ചാർവകാസ്. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, എത്തീസ്റ്റിക് ആണ്, ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, അതായിരുന്നു ഇവരുടെ കോൺസെപ്റ്റ്. ഇനി കർമ്മത്തിലും ബിലീവ് ചെയ്യുന്നില്ല, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, അങ്ങനെ സംഭവമില്ല. അവർ കർമ്മ എന്ന കോൺസെപ്റ്റിനും ബിലീഫ് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി ഈ ചാർവക ഫിലോസഫി പോലെ തന്നെ പറയുന്ന മറ്റൊരു എത്തീസ്റ്റിക് ഫിലോസഫിയാണ് അജീവികാസ്. കണ്ടംപററീസ് ആയിരുന്നു ചാർവകാസും അജീവികാസൊക്കെ. എത്തീസ്റ്റിക് ആണ് എന്ന് വെച്ചാൽ ഇവരും എന്തിൽ ബിലീവ് ചെയ്യുന്നില്ല, ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നില്ല. പക്ഷേ അൺലൈക്ക് ചാർവകാസ്, ഇവര് ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് നിയതി. നിയതി അഥവാ ഡെസ്റ്റിനി, കോസ്മിക് ഫോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനി, നമ്മൾ വിധി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു കോൺസെപ്റ്റിൽ ഇവർ ബിലീവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് തന്നെ അയാൾക്കൊരു ഡെസ്റ്റിനി അവിടെ എഴുതപ്പെട്ടിട്ടുണ്ടാവും, ഒരു ഡെസ്റ്റിനേഷൻ എഴുതപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നിയതി എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ജനിക്കുമ്പോഴേ എഴുതപ്പെട്ടതായതുകൊണ്ട് അയാൾ ഇനി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്താലും അയാൾക്ക് കിട്ടാൻ പോകുന്നത് അതായിരിക്കും. നല്ല കർമ്മം ചെയ്താലും ശരി, മോശം കർമ്മം ചെയ്താലും ശരി, ആ നിയതിയിലേക്കായിരിക്കും അയാൾ എത്തുക. അതുകൊണ്ട് ഇവരും എന്തിൽ ബിലീവ് ചെയ്യുന്നില്ല, കർമ്മത്തിൽ ബിലീവ് ചെയ്യുന്നില്ല. കർമ്മം നല്ലത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ നിയതി ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാ അജീവികാസ്. ചാർവകാസ് നിയതിയിൽ ബിലീവ് ചെയ്യുന്നില്ല, അവർ ഒന്നിലും ബിലീവ് ചെയ്യുന്നില്ല. അജീവികാസും എത്തീസ്റ്റിക് ആണെങ്കിലും ദേ ബിലീവ്സ് ഇൻ നിയതി. ആൻഡ് ഈ തിയറി മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയാണ്, ഈ ഒരു സെക്റ്റിന്റെ ഫൗണ്ടറായിട്ട് പറയപ്പെടുന്ന ആളാണ് മക്കാളി ഘോഷല. ഹി വാസ് എ കണ്ടംപററി ഓഫ് ബോത്ത് ബുദ്ധ ആൻഡ് മഹാവീര. ബുദ്ധമതം ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ബുദ്ധന്റെയും ജൈനമതം പോപ്പുലറൈസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന മഹാവീരന്റെയും കണ്ടംപററീസ് ആയിരുന്നു ഈ അജീവികാസ്. ചില തിയറികൾ പറയുന്നുണ്ട് നമ്മുടെ മഹാവീരൻ ജൈനമതം സ്വീകരിക്കുന്നതിന് മുമ്പ് കുറേ നാൾ ഈ മക്കാള ഘോഷലയുടെ അണ്ടറിലായിരുന്നു, മെഡിറ്റേഷനും മറ്റു പരിപാടിയൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് മഹാവീരൻ ജൈനമതത്തിലേക്ക് മാറി തുടങ്ങുന്നത്. അങ്ങനെയും തിയറീസ് ഉണ്ട്. അപ്പോൾ ഒരു കണ്ടംപററീസ് ആയിരുന്നു. ഓക്കെ, ദേ ഓൾസോ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് ബട്ട് ബിലീവ്ഡ് ഇൻ എ കോസ്മിക് ഫോഴ്സ് ഓർ നിയതി ദാറ്റ് ഗവേൺഡ് എവറിത്തിങ്. Belief was that absolutely everything is predetermined by fate or niyati, and hence human action has no consequences one way or other. മനുഷ്യന്റെ ആക്ഷൻസിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് കർമ്മത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്ത് ചെയ്താലും നിങ്ങൾക്ക് നിയതിയിലേക്കായിരിക്കും വഴി തുറന്നു കിട്ടുക. And this Ajivika is also a part of Shravana movement. നമ്മൾ ഈ ബുദ്ധമതം, ജൈനമതം, അജീവിക, ചാർവകാസ് എല്ലാം ശ്രമണ മൂവ്മെന്റിന്റെ ഭാഗമാണ്. ശ്രമണാസ് എന്ന് വെച്ചാൽ ആരായിരുന്നു?
ദേ ആർ സന്യാസീസ് അല്ലേ, അസറ്റിക്സ് മങ്സ് ആണ് ശ്രമണാസ് വെച്ചാൽ. ഈ ഫിലോസഫി എല്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് ശ്രമണാസാണ്. ഓക്കെ, അപ്പോൾ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ശ്രമണ മൂവ്മെന്റ്. ജൈനമതക്കാരെ പോലെ തന്നെ ഇവരും വസ്ത്രം ധരിക്കാറില്ല. ജൈനമതക്കാരും വസ്ത്രം ധരിക്കാറില്ല അല്ലെ, എല്ലാവരും അല്ല, അവിടെയും ഡിഫറൻസ് ഉണ്ട്. ദിഗംബര സെക്ട്, ശ്വേതാംബര സെക്ട്. ദിഗംബര സെക്ട്, ജൈനമതത്തിനകത്ത് ദിഗംബര സെക്ട് വസ്ത്രം ധരിക്കില്ല. അതുപോലെ തന്നെയാണ് ഇവരും വസ്ത്രം ധരിക്കില്ല. ഇവരും അസറ്റിക് മങ്സിനെ പോലെ ഓർഗനൈസ്ഡ് ഗ്രൂപ്പുകളായിട്ടാണ് നോർമൽ കേസിൽ ജീവിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ചാർവകാസ്, അജീവികാസ് രണ്ട് പ്രോമിനന്റ് എത്തീസ്റ്റ് ഗ്രൂപ്പാണ്. ഇതേ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വേദിക് കാലഘട്ടത്തിൽ വന്നിട്ടുള്ള അൺഓർത്തഡോക്സ് സെക്ടുകളാണ്. ഓക്കെ, ഇനി ഈ അൺഓർത്തഡോക്സ് സെക്ടിൽ വരുന്ന രണ്ട് ഫിലോസഫീസ് വേറെയും ഉണ്ട്. വൺ ഇസ് ബുദ്ധിസം ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ജൈനിസം. ഈ ബുദ്ധിസം ജൈനിസത്തെ കുറിച്ച് അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.